അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ കൊളുക്കുമല വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് ഓഫ് റോഡ് ജീപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളിനി അടുത്തത് പോകുന്നത് മൂന്നാർക്കാണ്. മൂന്നാറിൽ നിന്ന് നമ്മൾ മറയൂർ വഴി കാന്തല്ലൂർ പോകാനൊരു പ്ലാൻ ഉണ്ട്. വർക്കൗട്ട് ആവുമോ എന്തൊന്നും അറിയില്ല. സോ ഈ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാറിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. മൂന്നാർ ടൗൺ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും, പിന്നെ മറയൂർ കാന്തല്ലൂർ ഇതൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും പുതിയ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ക്രിസ്റ്റിമോനാണ് വണ്ടി ഓടിക്കണേ. പ്രോ ഡ്രൈവറാണ്. മൂന്നാറ് എന്താ പറയുക, നല്ല കിടുവായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. രണ്ട് സൈഡും ഭയങ്കര കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയാണ്. എന്താ പറയുക, മൂന്നാറിലേക്കുള്ള വഴി എന്ന് പറയുന്നത് മൂന്നാർ ടോപ്പ് സ്റ്റേഷനേക്കാളും ഒക്കെ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഈ ഒരു വഴികളാണ്. ടൗൺ എങ്ങോട്ടാണോ? അങ്ങോട്ടാണോ? മൂന്നാറിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് തിരിയുന്നത്? മൂന്നാർ വളരെ ചെറിയ ഒരു ടൗൺ ആണ്. അത്ര വലിയൊരു ടൗൺ ആണെന്ന് അല്ലാന്ന് തോന്നുന്നു. ഇതാട്ടോ മൂന്നാർ ടൗൺ. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മറയൂരാണ്. അപ്പം മൂന്നാറിന്ന് നമ്മൾ മറയൂർ പോകുന്ന കാഴ്ചകളൊക്കെയാണ് ഇനിയുള്ളത്. ചന്ദ്രങ്ങളുടെ സ്വന്തം നാട് എന്നൊക്കെ ക്രിസ്റ്റി ഇരുന്ന് സാഹിത്യം പറയാനുണ്ട്. അപ്പം മറയൂരിലെ വിശേഷങ്ങൾ, മറയൂരൊക്കെ നമ്മളിതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിതൊക്കെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം മൂന്നാറാണെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്. ക്രിസ്റ്റി ആണെങ്കിലും ആദ്യമല്ലേ. ക്രിസ്റ്റി ആണെങ്കിലും ആദ്യമായിട്ടാണ്. ഡെൽവിൻ ആദ്യമായിട്ടാണ്. ഡെൽവിൻ വന്നിട്ടുണ്ട്. ഡെൽവിൻ ഇടുക്കിക്കാരനാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും ആദ്യമായിട്ടാണ്. അപ്പം മറയൂരും ഇപ്പോൾ ആദ്യമായിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പം മറയൂർ 39 കിലോമീറ്റർ ഉണ്ട്. ഈ പോണ വഴിക്ക് ഇരവിക്കുളം നാഷണൽ പാർക്ക്, ചിന്നാറൊക്കെ പോണ വഴിയാണ് പോകുന്നത്. വീണ്ടും പ്രകൃതി രമണീയമായ വഴികളിലൂടെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഇതാണ് ആനമുടി. ഇവിടെ തന്നെ കാണാനാ പോട്ടെ. ഇരവിക്കുളം വേണ്ട. ഇത് ഇരവിക്കുളം. നമ്മളങ്ങനെ ഇരവിക്കുളം പാർക്കിൽ കയറാതെ നമ്മൾ നേരെ വിട്ടു പോവാണ്. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലെന്നാണ് ഡെൽവിൻ പറഞ്ഞത്. സോ നമ്മളിവിടെ കയറണില്ല. അപ്പൊ മറയൂർ പോണ വഴിക്കാണ് ഈ ലക്കം വാട്ടർഫാൾസ് ഉള്ളത്. ആ വാട്ടർഫാൾസിന്റെ നമ്മൾ ആ പോണ വഴിക്ക് ജസ്റ്റ് ആ വാട്ടർഫാൾസ് ഒന്ന് നമ്മൾ കയറുക കേട്ടോ. $50 എൻട്രി ഫീ. ക്രിസ്റ്റി കുളിക്കാനായിട്ട് പോകുന്നുണ്ട്. അത് യൂട്യൂബ് ഇടല്ലേ കേട്ടോ. ഞങ്ങൾ യൂട്യൂബ് ഇടും. വെള്ളച്ചാട്ടം പൊളിയാട്ടോ. ഇതാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. കുറേ അറിയിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇതാട്ടോ നമ്മുടെ വെള്ളച്ചാട്ടം. ज्यादा फॉर्मली नहीं खड़े भाई, हमको पोज बताओ थोड़ा ढंग का। देखो ये कैसे खड़े जाओ, फिर से आगे करके आगे कितना എളുപ്പമരിച്ച് ഇത് ഇടല്ലേ നടന്നോട്ടോ ചാടി നിൽക്കും. കൊച്ചി പോണ തുടപ്പാട്ടോ. ഇറങ്ങാം നമ്മളങ്ങനെ മറയൂർ അടുക്കാനായിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 6-7 കിലോമീറ്ററാണ് മറയൂർക്ക് ഉള്ളത്. ഇപ്പൊ തന്നെ പ്രകൃതിയുടെ ആ ഒരു ഭംഗി മാറി തുടങ്ങിയിട്ടുണ്ട്. നിറച്ചും കാടുകളും മരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയി വരുന്നുണ്ട്. നമ്മളങ്ങനെ മറയൂർ ചന്ദനത്തോട്ടത്തിന്റെ ഉള്ളിലോട് കയറിയിരിക്കുകയാണ്. ഒരു വെൽക്കം ബോർഡൊക്കെ കണ്ടിരുന്നു കേട്ടോ. എവിടെ ചന്ദന മരങ്ങൾ എവിടെ? എല്ലാവരും അവിടെ മണത്ത് നോക്കി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കിട്ടണ്ടോ ഡെലുവിനെ? ചെറിയ പറഞ്ഞില്ല എന്നാ നിർത്തടാ. നമ്മൾ ചന്ദനത്തോട്ടം കാണാൻ വന്നിട്ട് ശർക്കര ഫാക്ടറിയിലോട്ട് പോകാട്ടോ. മറയൂർ ശർക്കര വളരെ ഫേമസ് ആയിട്ടുള്ള ശർക്കരയാണ്. പോടാ. ഈ കാണുന്നതൊക്കെ ചന്ദനമാണെന്നാണ് പറയുന്നത്. ആ ശരിയാടാ, നമ്പർ ഉണ്ടോ? ഈ കാണുന്നതാണ് കേട്ടോ ചന്ദന മരം. നമുക്ക് മണമൊന്നും കിട്ടിയില്ലല്ലോ. പക്ഷേ ഇതാണ് മറയൂർ ശർക്കര ഫാക്ടറി. മറയൂർ ശർക്കര ഫാക്ടറിയിലെ ശർക്കര മിഠായി. ഇത് ഇവിടെ പാസ് എടുക്കണമായിരിക്കും. ഓ ഇവിടെ ചന്ദനത്തൈകൾ വിൽപ്പനയ്ക്ക്. ഇവിടെ ചന്ദനത്തൈകൾ കിട്ടുവാടാ.